കാണണമെന്ന് തോന്നി വന്നു. ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട് ഉറപ്പ്. ഞാൻ അറിയാത്തതൊന്നും അല്ലല്ലോ ഇയാളെ. സത്യം പറ. അയ്യോ, ഒരു ദുരുദ്ദേശവും ഇല്ലേ. ഈ റിങ് ഇട്ടപ്പം മുതൽ തുടങ്ങിയതാ ഇളക്കം. ആ, സമ്മതിച്ചു. ആണുങ്ങളായ അങ്ങനെയൊക്കെയാ, എന്നെ പോലെ. പക്ഷേ ഞാനിപ്പോ മറ്റൊന്നും ആലോചിക്കണേ. എന്താ? നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരാ ഉള്ളത്? നമ്മൾ അല്ലാതാരാ? എന്നെ ബോബന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് ആ നെഞ്ചിന് പറിച്ചെടുത്ത അത് മറക്കരുത്. അതൊക്കെ എനിക്കറിയില്ലേ. നിനക്ക് എപ്പോ വേണേലും നിന്റെ അച്ഛനെ ഒന്ന് കാണാം. പോരെ? മതി. എന്താ? എന്ത് പറ്റി? ആ അലമാര നമ്മുടെ മേൽ. അലമാരയോ? മനു എന്തായി പറയുന്നത്? ഇപ്പൊ വീഴാൻ. എന്താ മനു? അലമാരയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അലമാരല്ലേ ഇരിക്കുന്നത്. മനുമോളെ, മനുമോളെ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല. ഒന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ വന്ന് കൂട്ടി കിടക്കാം മോളെ. വേണ്ട, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളോ? ബെസ്റ്റ് പാർട്ടി. പറഞ്ഞപ്പോ തെറ്റിപ്പോയായിരിക്കും. വാ വാ. ചേച്ചി, നമുക്ക് ഈ ഫോട്ടോ ഇവിടെ തന്നെ വെക്കണം. വരുന്നവരൊക്കെ കണ്ട് കണ്ണു വെക്കട്ടെ. ഞാനെങ്ങനെയാ വീണത്? ആരാണ് തള്ളിയിട്ടത്? അവിടെ ചോര, അവിടെ ചോര. ചുമരില്ല. അല്ല, അവിടെ പൈപ്പില്. അല്ലമ്മേ, ഞാൻ ആണി അടിച്ചപ്പോ ചുമരന്നെ ചോര തുപ്പി. എന്താ ഇത്? അത് ഇതൊക്കെ ചിന്തിച്ച് മനുഷ്യന് ഒട്ടായി പോയെന്നാ തോന്നണേ. എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യമൊക്കെ വേണം. ഓണിഞ്ഞു മാറി. നീ ഒന്ന് മാറി. എന്താ നോക്ക്, ആൾക്കാരെ ചിറ്റിക്കാൻ രാത്രി. ഇതിലെന്താ? പ്രേതം. എവിടെയാ പ്രേതം? എവിടെയാണെന്നാ പറഞ്ഞത്? ഇവിടെ കാണുന്നില്ലല്ലോ. ഇപ്പൊ അച്ഛനും വട്ടായല്ലേ? അതെ, മനുഷ്യനായ കുറച്ചൊക്കെ ധൈര്യം വേണം. കറങ്ങുന്നുണ്ടല്ലോ. അത് പൊട്ടി എന്റെ മേലെ വീണു. എന്നിട്ട് ആരാ അവിടെ തന്നെ ഫിറ്റ് ചെയ്തത്? കുഞ്ഞിന്റെ തോന്നല. ഇല്ല, സത്യമാ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. സാധാരണ പാതിരാത്രിയില്
പെണ്ണിന്റെ വേഷത്തിലാ പ്രേതം വരാറ് പതിവ്. ഇത് പട്ടാപ്പകല് പച്ചവെള്ളത്തിൽ പ്രേതം വരാന്ന് വെച്ചാൽ അയ്യോ ഈശ്വര, ഇനി നമുക്ക് എന്തൊക്കെയാ വരാൻ പോന്നെ ആർക്കറിയാം. നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയലടി മൂദേവി. ഏതായാലും നാളെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ദുർമരണ ശാപം തന്നെ. ആരുടെ? 41 ദിവസത്തെ പഞ്ചഭൂത കർമ്മം കൊണ്ടേ യഥാർത്ഥ പ്രേതാത്മാവിനെ കണ്ടെത്താൻ കഴിയൂ. എന്നാ ഇന്നേ തുടങ്ങിക്കോളൂ. ആ, പണം കുറച്ച് ചെലവ് വരും. ഓ, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം സ്വാമി. തൽക്കാലം വീട്ടിലുള്ളവർക്കൊക്കെ ഓരോ മന്ത്രച്ചരട് ജപിച്ചു തരാം. പിന്നെ 41 ദിവസത്തെ ഹോമം ബംഗ്ലാവിൽ വെച്ച് തന്നെ നടത്തണം. ആയിക്കോട്ടെ. എഴുന്നേറ്റോളൂ, ആ, പുറത്തിരുന്നോളൂ. ഓ ശരി. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ എല്ലാരും പറയുന്ന ക്ഷമയോട് ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങൾ എല്ലാരും വിശ്വസിക്കുന്ന പോലെ ഈ ഭൂമുഖത്ത് യക്ഷിയോ പ്രേതമോ ഉണ്ടെന്ന് 21 നൂറ്റാണ്ടിൽ ആരും വിശ്വസിക്കുകയില്ല. ഞാനും. അച്ചായ പ്ലീസ്, മനുമോൾക്ക് വേണ്ടി ഇത് കെട്ടണം. അയ്യേ, ഇങ്ങനെ പേടിച്ചാലോ? ഇത് കെട്ടിയ പിന്നെ എന്റെ പേടി കുറഞ്ഞിട്ടുണ്ട്. ചേടാ, ഇത് വലിയ പാടായല്ലോ. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നിങ്ങളൊക്കെ ഓസിന് പ്രേതത്തെ കണ്ട സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് കാണട്ടെ. എന്താ, എന്നിട്ട് കെട്ടാം. ഓക്കെ? അച്ചായനായിരുന്നോ? എന്താ മോള് പേടിച്ചോ? മനുമോള് ഉറങ്ങിയോന്നറിയാൻ വന്നതാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ചായ. മോൾ ഉറങ്ങുന്നവരെ അച്ചായൻ ഈ മുറിയിൽ തന്നെ ഇരിക്കാം, നേരം വെളുക്കുവോളം. എന്താ പോരെ? ഇത് കൊള്ളാലോ. പെട്ടെന്ന് എന്തോ മനസ്സ് 15 വർഷം പുറകോട്ട് പോയ പോലെ. അച്ചായനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ മനുമോൾ എന്താവുമായിരുന്നു അല്ലേ? വലിയൊരു ആനമുട്ടയായി മാറി അത് വിരിഞ്ഞ് കുറെ കുഞ്ഞുങ്ങളുണ്ടായാലും കിടന്നുറങ്ങാൻ നോക്കു പിന്നെ. മനുമോളെ നല്ല സ്റ്റോറിയാണ്. അച്ഛൻ വായിച്ചിട്ട് മനുമോക്ക് പറഞ്ഞു തരാം. എനിക്കൊന്നും കേക്കണ്ട, എനിക്ക് ഉറങ്ങിയാ മതി.